മേയർ ഡ്രൈവർ തർക്കത്തിൽ MLA എവിടെയായിരുന്നു എന്നതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു സാക്ഷിമൊഴി MLA സച്ചിൻ ദേവിനെതിരെ വന്നിട്ടുണ്ട്. തർക്കം നടക്കുമ്പോൾ MLA ബസ്സിൽ കയറുകയും അതിനുശേഷം തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് മൊഴി. ബസ്സിലെ യാത്രക്കാരും കണ്ടക്ടറുമാണ് മൊഴി നൽകിയത്. കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റിലും MLA ബസ്സിൽ കയറിയ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലമീൻ നമുക്കൊപ്പം ചേരുന്നു. അലമീൻ, ഈ MLA ബസ്സിൽ കയറിയവർ ഇപ്പോൾ അലമീൻ്റെ നമ്മുടെ പുനരാവിഷ്കരിച്ചതിലൂടെ ഒരു കാര്യം ബോധ്യമായി. മേയർ ആര്യ പറഞ്ഞത് ഇങ്ങനെ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്നാണ്, താനത് കണ്ടുവെന്നാണ്. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറിൻ്റെ പിൻസീറ്റിൽ ഇരുന്നാൽ അത് കാണും എന്നുള്ളത് നമുക്ക് ബോധ്യമായി. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ മൊഴികളും കണ്ടക്ടറിൻ്റെ മൊഴിയും പറയുന്നത് സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി എന്നാണ്. അപ്പോൾ സച്ചിൻ ദേവിൻ്റെ ആദ്യം പറഞ്ഞ പ്രതികരണത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ മൊഴികൾ നിൽക്കുന്നത്. ട്രിപ്പ് ഷീറ്റിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ? നേരത്തെ ഡിവൈഎഫ്ഐ നേതാവ് റഹീം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇത് സ്ഥിരീകരിച്ചിരുന്നു. അതായത് സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ, തർക്കം നടക്കുമ്പോൾ ബസ്സിനുള്ളിൽ MLA കയറിയിട്ടുണ്ട് എന്നുള്ളതും MP തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവർ യദുവും അതാണ് പറയുന്നത്. പക്ഷേ ഡ്രൈവർ യദു ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് MLA ബസ്സിൽ കയറുന്നു, ചില യാത്രക്കാർ മൊബൈലിൽ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു, അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണമാണ് യദു ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല, വാഹനത്തിൽ കയറി ബസ് മറ്റു സ്ഥലത്തേക്ക് തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാനൊക്കെ MLA പറഞ്ഞു എന്നതായിരുന്നു യദുവിൻ്റെ ആരോപണം. ഏതായാലും MLA സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി എന്ന് സാധൂകരിക്കുന്ന സാക്ഷിമൊഴി പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. അത് ബസ്സിലെ യാത്രക്കാർ നൽകിയ മൊഴിയാണ്. അതോടൊപ്പം ബസ്സിലെ കണ്ടക്ടർ സുബിനും ഇതേ മൊഴി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ബസ്സിൽ കയറിയ MLA വണ്ടി തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് സാക്ഷിമൊഴിയായി ലഭിച്ചിരിക്കുന്നത്. കണ്ടക്ടർ സുബിൻ തൻ്റെ ട്രിപ്പ് ഷീറ്റിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറെ പ്രധാനം, ഈ MLA കയറിയതിനു ശേഷം ഇത്തരത്തിൽ ഏതെങ്കിലും യാത്രക്കാരുടെ ദൃശ്യങ്ങൾ, ഈ സംഭവങ്ങൾ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്. MLA വാഹനത്തിൽ കയറിയോ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിന് ഈ പറഞ്ഞതുപോലെ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കിട്ടിയാൽ അതും സാധൂകരിക്കും. ഏതായാലും MP തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിവൈഎഫ്ഐ നേതാവും MPയുമായിട്ടുള്ള റഹീം തന്നെ നേരത്തെ സ്ഥിരീകരിച്ചു MLA വാഹനത്തിൽ കയറി എന്നുള്ളത്. അപ്പോൾ ദൃശ്യങ്ങൾ വന്നാലും അത് സാധൂകരിക്കും. അപ്പോൾ അത് ഏതായാലും തള്ളി പറയാൻ MLAയോ മേയറോ തയ്യാറാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഈ MLA വണ്ടിയിൽ കയറിയോ എന്നുള്ളത് ഒരു പ്രശ്നം, ഓവർടേക്ക് ചെയ്തോ എന്നുള്ള മറ്റൊരു പ്രശ്നം. ഇതിനേക്കാളൊക്കെ ഈ കേസിൻ്റെ ആധാരവും അടിസ്ഥാനവുമായി നിൽക്കുന്നത് നമുക്കറിയാം മേയർ ഉന്നയിച്ച ആരോപണം, അതായത് ഡ്രൈവർ യദു ഒരു ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ തെളിയിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് ഈ പറയുന്ന ബസ്സിലെ നഷ്ടമായിരിക്കുന്ന മെമ്മറി കാർഡ് കിട്ടിയാലും അത് സാധൂകരിക്കുക പ്രയാസമാണ്. പക്ഷെ അവിടെയാണ് പോലീസ് ഈ ഒരു പരിശോധനയിലൂടെ ഒരു സാഹചര്യ തെളിവായും കഴിഞ്ഞ ദിവസം ഒരു പരിശോധന നടത്തിയത്. അങ്ങനെ ബസ്സിലിരുന്നു കൊണ്ട് യദു ഒരു ലൈംഗിക അധിക്ഷേപം ഈ മേയർക്ക് നേരെ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് കാണാനാകുമെന്ന് പോലീസ് തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ കാണാനാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയാണ് മേയർക്ക് നേരെ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നത്. അങ്ങനെ യദു നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണാനാകും എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ലൈംഗിക അധിക്ഷേപം യദു നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് അത് പോലീസിന്റെ ഭാഗമാണ്. അത് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. എങ്ങനെ തെളിയിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. കോടതി ഈ കേസിനെ എങ്ങനെ പരിഗണിക്കുമെന്നുള്ളതും അതിലേറെ പ്രധാനമാണ് ഈ വിഷയത്തിൽ. താങ്ക് യു അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.